നമസ്കാരം. നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും. അക്കാര്യത്തിൽ അവർക്കൊരു സംശയവുമില്ല. നവീൻ ബാബു CPMൻ്റെ കണ്ണിലെ കരടായ ചില സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ നവീൻ ബാബു താൻ ശേഖരിച്ച രേഖകളുമായി പത്തനംതിട്ടയിലേക്ക് പോയാൽ പത്തനംതിട്ടയിലെ പാർട്ടിയുടെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂരിലെ പല നേതാക്കന്മാരുടെയും അടപ്പൂരാനുള്ള സാധ്യതയുണ്ട്. കണ്ണൂരിലെ CPIM എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവർ ഏത് തരത്തിലാണ് ബിനാമി ഇടപാടുകൾ നടത്തുന്നത്, പെട്രോൾ പമ്പുകൾ അടക്കം മണൽ, മണ്ണ്, ചെങ്കൽ മാഫിയകളുടെ ഭാഗമായി CPMൻ്റെ നേതാക്കൾ എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത്, അനധികൃതമായി അവരെങ്ങനെയാണ് വിദേശയാത്ര സംഘടിപ്പിക്കുന്നത്, കണ്ണൂരിൽ നേതാക്കൾ പാർട്ടിയെ എങ്ങനെയാണ് വിഴുങ്ങുന്നത്, കണ്ണൂരിലെ പാർട്ടി അല്ലാതായി മാറിയത് എങ്ങനെയാണ്, ഇതേക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ADM എന്ന നിലയിൽ ശേഖരിച്ച് ഞെട്ടിയിരുന്ന നവീൻ ബാബുവിനെ ജീവിക്കാൻ അനുവദിക്കരുതെന്ന് അവർ തീരുമാനിക്കുന്നു. കണ്ണൂർ CPMൻ്റെ രഹസ്യ സ്വഭാവമുള്ള പല ഞെട്ടിക്കുന്ന വിവരങ്ങളും എതിർച്ചയാ നവീൻ ബാബുവിൻ്റെ അടുത്തെത്തുന്നു. ADM എന്ന നിലയിൽ നവീൻ ബാബു ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട്, സത്യസന്ധനായതുകൊണ്ട് കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തെ ഭയപ്പെടാതെ ഉദ്യോഗസ്ഥന്മാർ ഒറ്റിക്കൊടുക്കുന്ന സ്വഭാവമുള്ളവരാണ് എന്നറിഞ്ഞിട്ടും അതിന് വഴങ്ങാത്ത ആളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചിലരെങ്കിലും നവീൻ ബാബുവിനെ സമീപിച്ചു കൊടുത്ത വിശദാംശങ്ങൾ, രേഖകൾ, അങ്ങനെ അദ്ദേഹം ഞെട്ടലോടെ ഈ വിവരങ്ങൾ മനസ്സിലാക്കി എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ തട്ടിക്കളയാൻ ആസൂത്രണം ചെയ്യുന്നു. പക്ഷെ അത്ര എളുപ്പമല്ല ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ തട്ടിക്കളയുക. കാരണം ആ മരണം വലിയ വിവാദമാകും. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ CPM ചെയ്യുന്ന ഗുണ്ടകളെ ഇറക്കിയുള്ള സ്വാഭാവികമായ കൊലപാതകം അത്ര എളുപ്പമല്ല. അഥവാ അങ്ങനെ ഒരു കൊലപാതകം നടത്തണമെങ്കിലും അത് ആത്മഹത്യയാണ് എന്ന് വിശ്വസിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. അതായിരുന്നു വാസ്തവത്തിൽ PP ദിവ്യയെ മുൻനിർത്തി CPM ഒരുക്കിയ കെണി. ദിവ്യ ബോധപൂർവമാണ് നവീൻ ബാബുവിനെ അപമാനിച്ച് പ്രസംഗിച്ചതും ഇറങ്ങിപ്പോയതും. നവീൻ ബാബുവിനെ കാത്തിരിക്കുന്ന മരണം ആത്മഹത്യയായി ചിത്രീകരിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടെ. പലപ്പോഴും ആത്മഹത്യ സ്ക്വാഡിന്റെ ഭാഗമായിരിക്കുന്ന ഭീകരർ അവർ സ്വയം ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി സ്വയം പൊട്ടിത്തെറിക്കാറുണ്ട്. അത്തരമൊരു ദൗത്യമാണ് വാസ്തവത്തിൽ PP ദിവ്യ ഏറ്റെടുത്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല സാമ്പത്തിക ഇടപാടുകളുടെയും വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് ചുഴലി വില്ലേജിലെ പല ഭൂമി ഇടപാടുകളും, സർക്കാർ ഭൂമി അടക്കമുള്ളവ ആ വ്യാജ ആധാരമുണ്ടാക്കി മറിച്ചു വിറ്റത്, പരമ്പരാഗതമായി സ്വത്ത് കൈവശപ്പെടുത്തിയിരിക്കുന്ന ചിലരുടെ ഭൂമി കൈവശപ്പെടുത്തിയതൊക്കെ അതിന്റെ വിശദാംശങ്ങളും രേഖകളും നവീൻ ബാബുവിന്റെ കയ്യിൽ എത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നവീൻ ബാബു ഈ ഭൂമിയിൽ ഉണ്ടാവരുത് എന്നും അത് ആത്മഹത്യയായി ചിത്രീകരിക്കപ്പെടണം എന്നുമുള്ള വാശിയിൽ കാര്യങ്ങൾ നീക്കിയത്. PP ദിവ്യ ഒരുപക്ഷെ ആ ഗൂഢാലോചനയിലെ ഒരു പങ്കാളി മാത്രമായിരിക്കാം. നവീൻ ബാബുവിനെ തട്ടിക്കളയാൻ കൊട്ടേഷൻ കൊടുത്തത് മറ്റാരെങ്കിലും ആവാം. നവീൻ ബാബുവിനെ കൊന്നുതള്ളിയ ഗുണ്ടകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ആരും അറിയാതിരിക്കാൻ പോലീസ് ജാഗ്രത കാട്ടിയിട്ടുണ്ടാവാം. ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന സംശയ നിഴലിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായി മണിക്കൂറുകൾക്ക് മുമ്പേ അന്ന് തന്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്നതും CPMുമായി ബന്ധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിജിലൻസിലെ ചില കാര്യങ്ങൾ ചോർത്തിയതും വിജിലൻസ് ഓഫീസിലേക്ക് നവീൻ ബാബു ചെന്നു എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ ഈ മരണത്തെ കൂടുതൽ ദുരൂഹമാക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഭംഗിയായി അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ ഇൻക്വസ്റ്റിൽ കണ്ട രക്തക്കറയില്ല എന്നത് നവീൻ ബാബുവിന്റെ കുടുംബം മുമ്പോട്ട് വയ്ക്കുന്ന സംശയത്തിന് ആഴം കൂട്ടുന്നു. നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോഴും പുറത്തു പറയാത്ത ചില രഹസ്യങ്ങൾ കൂടി ബാക്കിയുണ്ട് എന്നാണ് സൂചന. നവീൻ ബാബു തുറന്നു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട ചില രേഖകളൊക്കെ ആവശ്യമെങ്കിൽ മാത്രം പുറത്തുവിടും എന്ന സാഹചര്യം ഉണ്ടത്രേ. നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറയുന്നത് കേവലം 1/2 സെന്റിമീറ്റർ മാത്രം വ്യാസമുള്ള തുണി അലക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കയറാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കയറിൽ നവീൻ ബാബു എങ്ങനെ തൂങ്ങി മരിച്ചു എന്നാണ് പോലീസ് പറയുന്നത് എന്ന് ബന്ധുക്കൾ ചോദിക്കുന്നു. മാത്രമല്ല, ഈ പ്ലാസ്റ്റിക് കയർ നവീൻ ബാബു എന്നാണ് വാങ്ങിയത്, ഏത് കടയിൽ നിന്നാണ് വാങ്ങിയത്, പോലീസ് അതേക്കുറിച്ച് അന്വേഷിച്ചോ, ആ കടക്കാരന്റെ മൊഴിയെടുത്തോ? നവീൻ ബാബു 3 തവണ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയും വരികയും ചെയ്തു എന്ന് പോലീസ് പറയുമ്പോഴും എങ്ങനെയാണ് എത്തിയത്? ആ ഓട്ടോറിക്ഷ ഡ്രൈവറെയോ ടാക്സി ഡ്രൈവറെയോ കണ്ടെത്തിയോ ചോദ്യം ചെയ്തോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുന്നു. നവീൻ ബാബു മരിക്കുമ്പോൾ വീട് തുറന്നു കിടന്നിരുന്നു എന്നതും
മരണകാരണം ആത്മഹത്യ അല്ല എന്നതിന് സൂചനയായി മാറുന്നു. നവീൻ ബാബു ഒരിക്കലും തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും മക്കളോടും നുണ പറയേണ്ട സാഹചര്യമില്ല. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ എന്തിന് വെളുപ്പംകാലം വരെ കാത്തിരുന്നു എന്നത് മറ്റൊരു ചോദ്യം. ട്രെയിനിൽ കയറി ഇതാ വരുന്നു എന്ന് പറഞ്ഞ നവീൻ ബാബു രാവിലെ വരെ എന്തിന് കാത്തിരുന്നു? എന്തിനാണ് രാവിലെ 5 മണിക്ക് ഒരു സുഹൃത്തിനെ ടെലിഫോണിൽ വിളിച്ചതായി വ്യക്തമാവുന്നത്? നവീൻ ബാബുവിന് കൊടുത്ത 98,500 രൂപ നവീൻ ബാബു എവിടെ കൊണ്ട് കുഴിച്ചിട്ടു? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നോ പോക്കറ്റിൽ നിന്നോ ആ പണം കണ്ടെത്തിയിട്ടില്ല, ബാങ്ക് അക്കൗണ്ടിലും ഇട്ടിട്ടില്ല. ഇതൊക്കെ കൃത്യമായി കണക്ക് കൂട്ടി തയ്യാറാക്കിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നതിന് തെളിവായി മാറുന്നു. നവീൻ ബാബുവിനെ മർമ്മം നോക്കി ചവിട്ടി ബോധം കെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. വൃഷണഭാഗത്ത് മർമ്മം നോക്കി ചവിട്ടിയാൽ തൽക്ഷണം ബോധം പോകും. അതുകൊണ്ടാണ് പലപ്പോഴും ക്രിക്കറ്റ് കളിക്കാർ പോലും കൃത്യമായി പാടുപയോഗിക്കുന്നത്. വൃഷണഭാഗത്ത് മർമ്മം നോക്കി ചവിട്ടി ബോധം കെടുത്തിയ ശേഷം കൃത്യമായി കെട്ടിത്തൂക്കിയതാണ് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും CPM-ന്റെ വലിയ സാമ്പത്തിക ഇടപാടുകളിലേക്കുള്ള ബിനാമി താല്പര്യങ്ങളിലേക്കുള്ള അന്വേഷണമായി മാറണമെങ്കിൽ അത് CBI അന്വേഷിക്കുക തന്നെ വേണം. അന്വേഷണം ഒരിടത്തും എത്താതെ നവീൻ ബാബുവിന്റെ കൊലപാതകികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് എന്ന് വ്യക്തമാകുന്നു. അതുകൊണ്ടാണ് P. ശശിക്ക് പോലും നേരിട്ട് ബന്ധമുണ്ട് എന്ന ആരോപണമായി PV അൻവർ രംഗത്ത് വരുന്നത്. അൻവർ പറയുന്നതൊക്കെ ശൂന്യതയിൽ നിന്നാണ് എന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിലും അൻവർ കൃത്യമായി ശശി കേസ് കൊടുത്തിട്ടും ശശിക്കെതിരെ ചില ആരോപണങ്ങളുമായി രംഗത്ത് വരുമ്പോൾ അതും അന്വേഷിക്കേണ്ടതുണ്ട്. അൻവർ പറയുന്നത് ശശി കൃത്യമായി ഗൂഢാലോചന നടത്തി കൊലപാതകം ആസൂത്രണം ചെയ്തെന്നാണ്. അതിന് അൻവറിന് എന്ത് തെളിവുണ്ട് എന്ന് അൻവറാണ് പറയേണ്ടത്. എന്നാൽ അൻവറിനെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അൻവർ പറയുന്ന കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അൻവർ പറയുന്നത് കൂടി കേൾക്കുക. അപ്പോൾ ഞാൻ തുടക്കം മുതലേ പറഞ്ഞു വരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുമായി ബന്ധപ്പെട്ട മറ്റു രഹസ്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയുമായിരുന്നു. ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിന്റെ വിഷയം മാത്രമല്ല, അദ്ദേഹം അവിടുന്ന് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളോട് ഇൻക്ലൂഡിങ് കുടുംബത്തോടക്കം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. നിയമവിധേയമല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും P. ശശി ഉൾപ്പെടെയുള്ളവർ നിർബന്ധിക്കുന്നു. പറ്റാവുന്നതിന് പരമാവധി ഞാൻ ചെയ്തു കൊടുത്തു, ഇനി എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോരുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ അടുപ്പമുള്ളവരോടും കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കയറ് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിത്തൂങ്ങിയാൽ, അതും പ്ലാസ്റ്റിക് ആണ്, ഇത് എന്താ പറയുക, സ്മൂത്താണ്. മറ്റത് പ്ലാസ്റ്റിക് റോപ്പ് എന്ന് പറയുന്നത് റഫാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ വസ്ത്രം ഉണക്കാനൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന റോപ്പാണ് ഈ പ്ലാസ്റ്റിക് 5 സെന്റിമീറ്റർ ആണ്. അതൊന്നും നമ്മളിങ്ങനെ പിടിച്ചു വലിച്ചാൽ പൊട്ടുന്ന സാധനമാണ്. അപ്പൊ സ്വാഭാവികമായും 55 കിലോയാണ് അദ്ദേഹത്തിന്റെ വെയിറ്റ് ഇതിൽ കാണിക്കുന്നത്. 55 കിലോ വെയിറ്റ് ഉള്ള ഒരു മനുഷ്യൻ 110 കിലോയുടെ വെയിറ്റ് ഫീൽ ചെയ്താൽ ഈ പറയുന്ന 5 സെന്റിമീറ്റർ റോപ്പിൽ അങ്ങനെ ഒരു ബോഡി തൂങ്ങി നിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ആലോചിച്ചാൽ മതി.